BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ സമാപിച്ചു. ബഹ്റൈൻ എക്സിബിഷൻ വേൾഡിൽ ജൂലൈ 1 തുടങ്ങിയ ഫെസ്റ്റിവൽ നിരവധി വിനോദസഞ്ചാരികളെയും സന്ദർശകരെയും ആകർഷിച്ചതായും ഫെസ്റ്റിവൽ വൻ വിജയമായിരുന്നുവെന്നും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയിലെ റിസോഴ്സ് ആൻഡ് പ്രൊജക്ട് ഡെപ്യൂട്ടി CEO ഡാന ഒസാമ അൽ ആസദ് അറിയിച്ചു. അൽദാന ആംഫി തിയേറ്റർ, സ്പേസ് ടൂൺ എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ, നാഷണൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ എന്നിവ ഫെസ്റ്റിവലിന് നൽകിയ സംയുക്തവും ക്രിയാത്മകവുമായ പ്രയത്നങ്ങൾക്കും അൽ സാദ് നന്ദി അറിയിച്ചു. ബഹ്റൈൻ സമ്മർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ മികച്ച അന്താരാഷ്ട്ര കളിപ്പാട്ട ബ്രാൻഡുകൾ പ്രദർശനത്തിനെത്തിയിരുന്നു. വൈവിധ്യമാർന്ന ടൂറിസം ഓഫറുകൾ നൽകുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ബഹ്റൈനിൽ തൊഴിൽ വിസയിലെത്തുന്നവർക്ക് എയർപോർട്ടിൽ വെച്ച് അന്താരാഷ്ട്ര ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകാൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചു. ഈ മാസം മുതൽ രാജ്യത്തെത്തുന്ന മുഴുവൻ പ്രവാസി തൊഴിലാളികൾക്കും എയർപോർട്ടിൽ നിന്ന് തന്നെ IBAN നമ്പർ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് LMRA ചീഫ് എക്സിക്യൂട്ടീവ് നിബ്രാസ് മുഹമ്മദ് താലിബ് വ്യക്തമാക്കി. സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈനുമായും സ്വകാര്യ ബാങ്കുകളുമായും ചേർന്നാണ് ഇത് വിതരണം ചെയ്യുക. രാജ്യത്തെത്തുന്ന ഓരോ തൊഴിലാളികൾക്കും അന്താരാഷ്ട്ര ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇതോടെ ലഭ്യമാകും. ഉടൻ പദ്ധതി നിലവിൽ വരുമെന്നാണ് LMRA അറിയിച്ചിരിക്കുന്നത്. ശമ്പളം ബാങ്കിലൂടെ മാത്രമാണ് നൽകുന്നതെന്ന് ഉറപ്പാക്കുക. തൊഴിലാളികളുടെ വേതനം പേയ്മെന്റായി നൽകാൻ തൊഴിലുടമകളെ പ്രേരിപ്പിക്കുക. പേയ്മെന്റ് രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പാക്കുക. ശമ്പള തർക്കങ്ങൾ കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ വിജയികളായ ടീം സിത്ര സ്റ്റാൻസിനെയാണ് ടീം ഗെയിം ചേഞ്ചേഴ്സ് പരാജയപ്പെടുത്തിയത്. സമാപന ചടങ്ങ് സാമൂഹിക പ്രവർത്തകൻ അമൽദേവ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും ട്രോഫിയും വിതരണം ചെയ്തു. BKS ലൈബ്രറിയൻ വിനോദ്, KPA വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ, സെക്രട്ടറി അനോജ് മാസ്റ്റർ, ഹമദ് ടൗൺ ഏരിയ കോർഡിനേറ്റർമാരായ അജിത് ബാബു, പ്രമോദ് VM, സെൻട്രൽ കമ്മിറ്റി അംഗം പ്രദീപ്, ക്രിക്കറ്റ് കോർഡിനേറ്റർ നാരായണൻ, ജോയിന്റ് സെക്രട്ടറി ബിനിത അജിത് എന്നിവർ ആശംസകൾ നേർന്നു. ഏരിയ പ്രസിഡന്റ് ജ്യോതി പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി റാഫി പരവൂർ സ്വാഗതവും ഏരിയ ട്രഷറർ സുജേഷ് നന്ദിയും പറഞ്ഞു. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ മനോജ്, ജമാൽ, ലിനീഷ് P. ആചാര്യ എന്നിവർ സന്നിഹിതരായിരുന്നു. ബെസ്റ്റ് ബാറ്റ്സ്മാൻ KR ഹരി, ബെസ്റ്റ് ബൌളർ ജിൻഷാദ്, മാൻ ഓഫ് ദ മാച്ച് ജുനൈദ്, വാലിയബിൾ പ്ലെയർ ഇയേഷ് എന്നിവരാണ്. ഹമദ് ടൗൺ ഏരിയ വൈസ് പ്രസിഡന്റ് വിനോദ് പരവൂർ, KPA ടാസ്കേഴ്സ് ക്രിക്കറ്റ് ടീം അംഗങ്ങൾ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ഏരിയ മെമ്പേഴ്സ് പരിപാടി നിയന്ത്രിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ശ്രാവണ മഹോത്സവം 2024 ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓണപ്പാട്ട് മത്സരങ്ങളുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. BMC ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശ്രാവണ മഹോത്സവം വൈസ് ചെയർമാൻമാരായ സയ്യിദ് ഹനീഫ്, അൻവർ നിലമ്പൂർ എന്നിവർ ചേർന്നാണ് പോസ്റ്റർ പ്രകാശനം ചെയ്തത്. ചടങ്ങിൽ ശ്രാവണ മഹോത്സവം BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രാവണ മഹോത്സവം 2024 ചെയർമാൻ EV രാജീവൻ, ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി, ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു, ഓണപ്പാട്ട് മത്സരം കൺവീനർ അശ്വിൻ രവീന്ദ്രൻ, മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മത്സരം സെപ്റ്റംബർ 26 വ്യാഴാഴ്ച വൈകിട്ട് നടക്കും. ഓണപ്പാട്ട് മത്സരത്തിൽ വിജയികളാവുന്നവരെ കാത്തിരിക്കുന്നത് ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണെന്ന് ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രാവണ മഹോത്സവം 2024 ചെയർമാൻ EV രാജീവൻ, ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി, ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു, ഓണപ്പാട്ട് മത്സരം കൺവീനർ അശ്വിൻ രവീന്ദ്രൻ എന്നിവർ അറിയിച്ചു. മത്സരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 32414108 എന്ന നമ്പറിലോ 66975195 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ശ്രാവണ മഹോത്സവം 2024 മുൻ വർഷങ്ങളിലെ പോലെ 1000-ലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ശ്രാവണ മഹോത്സവം 2024 ഭാഗമായി പായസ മത്സരം സംഘടിപ്പിക്കുന്നു. പായസ മത്സരങ്ങളുടെ പോസ്റ്റ് ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് പ്രകാശനം ചെയ്തു. BMC ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശ്രാവണ മഹോത്സവം 2024 ചെയർമാൻ EV രാജീവൻ, വൈസ് ചെയർമാൻമാരായ അൻവർ നിലമ്പൂർ, സയ്യിദ് ഹനീഫ, മോനി ഒടിക്കണ്ടത്തിൽ, ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി, ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു, പായസ മത്സരം കൺവീനർ ദീപ്തി റിജോയ്, മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നായ പായസങ്ങളുടെ രുചിപെരുമകൾ സമ്മേളിക്കുന്ന ഈ
മത്സരം സെപ്റ്റംബർ 21 ശനിയാഴ്ച നടക്കും. മത്സരത്തിൽ വിജയികളാകുന്നവരെ കാത്തിരിക്കുന്നത് ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണെന്ന് BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രാവണ മഹോത്സവം 2024 ചെയർമാൻ EV രാജീവൻ, ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി, ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു, പായസ മത്സരം കൺവീനർ ദീപ്തി റിജോയ് എന്നിവർ അറിയിച്ചു. മത്സരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 66300095 എന്ന നമ്പറിലോ 33826339 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ശ്രാവണ മഹോത്സവം 2024 മുൻ വർഷങ്ങളിലെ പോലെ തന്നെ 1000-ലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. വയനാട് ദുരന്തം എല്ലാവരുടെയും മനസ്സിലെ വേദനയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനത്തിന്റെ കേരള സമൂഹം പ്രകടിപ്പിച്ച ഒത്തൊരുമ മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SAP KAP പോലീസ് അംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള പോലീസിന്റെ കരുതൽ നാട് മുൻപും അനുഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള പോലീസ് അസോസിയേഷൻ ASP ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1.5 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. വയനാട് ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കുക ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ രൂപമായ ശേഷമായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മേപ്പാടി സ്കൂളിൽ താൽക്കാലികമായി വിദ്യാഭ്യാസം നൽകുന്ന മുഖ്യ പരിഗണനയെന്നും കുട്ടികൾക്ക് ആവശ്യമായ കൌൺസിലിംഗ് നൽകുമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കുട്ടികളുടെ ഗതാഗതത്തിന് KSRTCയുടെ സഹായം തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കൈറ്റ് വഴി നൽകും. ദുരന്തം ബാധിച്ച് 2 സ്കൂളുകളിലും പരീക്ഷ മാറ്റിവെച്ചതായി മന്ത്രി അറിയിച്ചു. പരീക്ഷ മാറ്റിവെക്കേണ്ട മറ്റ് സ്കൂളുകളുണ്ടെങ്കിൽ അത് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ആമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച തിരുവനന്തപുരത്ത് നിരീക്ഷണം കർശനമാക്കാൻ ആരോഗ്യവകുപ്പ്. നിരീക്ഷണത്തിലുള്ള ഒരാളുടെ സാമ്പിൾ ഫലം ഇന്നലെ കിട്ടി. രോഗം സ്ഥിരീകരിച്ച 4 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 23 മരിച്ച യുവാവ് ഉൾപ്പെടെ 5 പേർക്കാണ് ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇവരെല്ലാം നെയ്യാറ്റിൻകര നെല്ലിമുട്ട് സ്വദേശികളാണ്. ചികിത്സയിലുള്ള ഒരാളുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവരുടെ നില തൃപ്തികരമാണ്. രോഗബാധ ഉറവിടമെന്ന് കരുതുന്ന കാവിൻകുളത്തിൽ കുളിച്ച കൂടുതൽ പേർക്ക് രോഗം പടരാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. ഛർദി, തലവേദന, കഴുത്തിന്റെ പിൻഭാഗത്ത് വേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നത്. കിഴിശ്ശേരിയിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് ബീഹാർ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ മാധവ്പൂർ കോഷ സ്വദേശി രാജേഷ് മാഞ്ചി കൊല്ലപ്പെട്ട കേസിൽ വിചാരണയുടെ 2ാം ദിവസവും സാക്ഷികൾ കൂറുമാറി. 5ാം സാക്ഷി തവരൂർ 1-ാം മൈലിൽ സ്വദേശി കാഞ്ഞിരപ്പാലിൽ അഖിൽ, 7ാം സാക്ഷി കാഞ്ഞിരപ്പാലിൽ ദേവദാസ് എന്നിവരാണ് കൂറുമാറിയത്. 2 സാക്ഷികളും സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയാണ് ഇരുവരും മാറ്റിയത്. ആ ദിവസം 3ാം സാക്ഷി കുഴിക്കാട്ട് തൊടിക KV ജയിലിൽ കൂറുമാറിയിരുന്നു. മഞ്ചേരി 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി TG വർഗീസ് മുമ്പാകെയാണ് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത്. കേസിൽ 123 സാക്ഷികളാണുള്ളത്. വിചാരണ ബുധനാഴ്ച വീണ്ടും ആരംഭിക്കും. ആകെ 9 പ്രതികളാണുള്ളത്. 2023 മെയ് 13 സംഭവം. ആലപ്പുഴ നഗരത്തിൽ നാട്ടുകാരെ ഓടിച്ചിട്ട് കടിച്ച 3 തെരുവ് നായ്ക്കൾ ചത്തു. ഇതിൽ 2 പേവിഷബാധയെന്ന സ്ഥിരീകരണം. തിങ്കളാഴ്ച കൊമ്മാടിയിലും പൂന്തോപ്പിലും വഴിയാത്രക്കാരടക്കം 9 പേരെ കടിച്ച ശേഷം ചത്ത 2 തെരുവ് നായ്ക്കളെയാണ് പേവിഷബാധ കണ്ടെത്തിയത്. ഞായറാഴ്ച തത്തമ്പള്ളിയിലും പുന്നമടയിലും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 12 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധയില്ലെന്നും പരിശോധനയിൽ തെളിഞ്ഞു. 2 ദിവസമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടത്തോടെ കടിയേറ്റതിന് പിന്നാലെ പിടികൂടി നഗര ചത്തുരത്തിൽ പാർപ്പിച്ച തെരുവ് നായ്ക്കളടക്കമാണ് ചത്തത്. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നായ്ക്കളുടെ ജഡം വിദഗ്ധ പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടത്തിനുമായി തിരുവല്ല മാഞ്ഞാടിയിലെ കേന്ദ്രത്തിലേക്ക് അയച്ചു. വൈകിട്ട് ഫലം എത്തിയതോടെയാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഒരെണ്ണം തിങ്കളാഴ്ച രാവിലെ 10 പേവിഷബാധ കണ്ടെത്തിയ നായ്ക്കൾ ഉച്ചയോടെയുമാണ് ചത്തത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.